നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. Question number 20. Explain the reason for the shiny reflectors of room heaters. ഈ റൂം ഹീറ്റേഴ്സിന് നല്ല ഷൈനി ആയിട്ടുള്ള റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ്? Since the shiny surface absorbs very little heat due to which the reflectors reflect all the heat which makes the room heaters more effective. So due to this reason room heaters have shiny reflector. അപ്പോൾ ഷൈനി ആയിട്ടുള്ള ഈ സർഫേസ് എന്ത് ചെയ്യും? കുറച്ച് ഹീറ്റിനെ മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ, ബാക്കിയൊക്കെ റിഫ്ലക്റ്റ് ചെയ്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് റൂമൊക്കെ കുറച്ചുകൂടെ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് റൂം ഹീറ്റേഴ്സിന് ഷൈനി റിഫ്ലക്റ്റേഴ്സ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഡിസ്ക്രൈബ് ദ എഫക്ട്സ് ഓഫ് ഹീറ്റ്. ഹീറ്റിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്? The effects of heat are: when an object is heated, then it becomes hotter and may get expand. So in this heat may change the state of body, like ice can also get changed into the water. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഹീറ്റ് ആവുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു നോർമലായിട്ടുള്ള ആ ഒരു ഷേപ്പ് മാറുകയാണ്, അല്ലെ അതിൻ്റെ ബോഡിയുടെ സ്റ്റേറ്റ് മാറുകയാണ് അല്ലേ. അതായത് ഇപ്പം സോളിഡ് സ്റ്റേറ്റിലുള്ള ആണ് ഐസ് എന്ന് പറയുന്നത്, അത് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും അല്ലേ, വാട്ടറായി മാറും. ഹീറ്റ് സംടൈംസ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ടു സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻസൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാറ്റലിസ്റ്റായിട്ട് ഈ റിയാക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഹീറ്റ് ഒരു കാറ്റലിസ്റ്റായിട്ടും ചില സമയത്ത് ആക്ട് ചെയ്യാറുണ്ട്. ഹീറ്റ് ക്യാൻ ഈവൻ കിൽ ദ ബാക്ടീരിയ ആസ് വെൽ. ഈ ഹീറ്റിന് ബാക്ടീരിയനെ വരെ കൊല്ലാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 22. ദ ഫ്രീസർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ റെഫ്രിജറേറ്റർ. എക്സ്പ്ലെയിൻ വൈ. ഈ ഫ്രീസർ നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? ദ ഫ്രീസർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ റെഫ്രിജറേറ്റർ. ഇറ്റ് ഈസ് ബിക്കോസ് ദ എയർ ഇൻസൈഡ് ആൻഡ് അറൗണ്ട് ദ കമ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഫ്രീസർ ഗെറ്റ്സ് കൂൾ ആൻഡ് മൂവ് ഡൗൺവേർഡ്സ്, ആൻഡ് ഓൺ ദി അതർ സൈഡ് ദ ലെസർ കൂൾ എയർ മൂവ്സ് അപ്വേർഡ് ടു ഗെറ്റ് കൂൾഡ്. അപ്പം കൂടുതൽ തണുത്ത എയർ ആണെങ്കിൽ അത് താഴേക്ക് മൂവ് ചെയ്യും അല്ലേ. തണുപ്പ് കുറഞ്ഞ എയർ ആണെങ്കിൽ അത് മുകളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ കൂളർ ആവാൻ വേണ്ടിയിട്ട്. So as a result of this, convection of heat are set up in the air and the lower section of the refrigerator also gets cooled faster. അപ്പോൾ ഈ കൺവെക്ഷനിലൂടെ, ഈ ഹീറ്റിൻ്റെ ഈ കൺവെക്ഷനിലൂടെ താഴത്തെ ഭാഗം, റെഫ്രിജറേറ്ററിൻ്റെ താഴത്തെ ഭാഗവും പെട്ടെന്ന് തന്നെ തണുക്കും. കൂടുതലും തണുപ്പ് വേണ്ടത് ഫ്രീസറിലാണെങ്കിൽ പോലും താഴത്തെ ഭാഗവും തണുത്തിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഫ്രീസറിൽ നിന്ന് കൂളറായിട്ടുള്ള എയർ താഴേക്ക് വരികയും ഈ താഴ്ഭാഗത്തുള്ള തണുപ്പ് കുറഞ്ഞ എയർ മുകളിലേക്ക് പോവുകയും കൂടുതൽ കൂളറാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മുകളിൽ തന്നെ ഫ്രീസർ വെക്കുന്നത്. കാരണം എപ്പോഴും തണുത്ത എയർ മുകളിലേക്കാണ് പോകുന്നത്, അതുപോലെ തന്നെ തണുപ്പ് കുറഞ്ഞ എയർ താഴേക്കുമാണ് വരുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഈ ഫ്രീസർ എപ്പോഴും മുകളിൽ തന്നെ വെക്കുന്നത്. Question number 23. Instead of water, explain the reason why do the mercury is used in thermometer. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോമീറ്ററിൽ മെർക്കുറി യൂസ് ചെയ്തിരിക്കുന്നത്? വാട്ടർ എന്താ യൂസ് ചെയ്താൽ കുഴപ്പം? Okay. Due to the following reasons, mercury is used in thermometers instead of water. When the thermometer breaks, the mercury can be easily collected. ഈ തെർമോമീറ്റർ ബ്രേക്ക് ആവുന്ന സമയത്ത് ഈ മെർക്കുറി ഈസി ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വെള്ളമാണെങ്കിൽ ഒഴുകിപ്പോവും അല്ലേ. പക്ഷേ ഈ മെർക്കുറി ആണെങ്കിൽ ചെറിയ ബോൾ പോലെ സിൽവർ കളറിൽ നല്ല രസമാണ്. തെർമോമീറ്റർ ഒടിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തറയിൽ മൊത്തം ഇങ്ങനെ സിൽവർ കളറിൽ ബോൾസ് പോലെ കിടക്കും. അത് നിങ്ങൾ 2 ബോൾ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ ബോളായി മാറും. അപ്പോൾ അങ്ങനെ ഈ മെർക്കുറി പെട്ടെന്ന് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മെർക്കുറി ക്യാൻ ഹാസ് മോർ എക്സ്പാൻഷൻ ദാൻ ദി വാട്ടർ. ഈ വാട്ടറിനേക്കാൾ കൂടുതൽ എക്സ്പാൻഷനും മെർക്കുറിക്ക് തന്നെയാണുള്ളത്. ഓൾസോ മെർക്കുറി ഡു നോട്ട് സ്റ്റിക്ക് ഓൺ ദ വോൾസ് ഓഫ് തെർമോമീറ്റർ ലൈക്ക് വാട്ടർ. ഈ തെർമോമീറ്ററിൻ്റെ വോളിലേക്ക് ഒന്നും ഈ വാട്ടർ പറ്റിയിരിക്കും അല്ലേ, അതുപോലെ മെർക്കുറി സ്റ്റിക്ക് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ മെർക്കുറി യൂസ് ചെയ്യുന്നത് വാട്ടറിന് പകരം ഒരു തെർമോമീറ്ററിൽ. ഓക്കെ. Question number 24. Explain the reason for the general fitting of air conditioner at higher level on the wall of the room. അപ്പം ഈ എയർ കണ്ടീഷണറൊക്കെ ഏറ്റവും മുകളിലായിട്ടല്ലേ, ഒരു വോളിൽ മുകളിലായിട്ടാണ് വെക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അതങ്ങനെ മുകളിൽ വെക്കുന്നത്?
as a fact that warm air is much lighter than the cold air. So being heavier, the cold air from air conditioner moves downwards while the hot air moves upwards at the lower level and gets cooled and come downwards once again. So due to this convection of heat are set in the air and room gets warmer faster. നമുക്കറിയാം ചൂടായിട്ടുള്ള എയർ മുകളിലേക്ക് പൊങ്ങി പോവുകയും തണുത്ത എയർ താഴേക്ക് വരികയും ചെയ്യും അല്ലേ. അപ്പം ഈ ചൂടുള്ള എയർ മുകളിലേക്ക് പൊങ്ങിപ്പോയി ഈ എയർ കണ്ടീഷനിൽ നിന്ന് കൂടുതൽ തണുത്ത് അത് താഴേക്ക് വരുന്നു. അപ്പോൾ ഈ താഴെ ചൂടായിട്ടുള്ള എയർ വീണ്ടും മുകളിലേക്ക് പോകുന്നു. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട് ഈ കോൾഡ് എയറും ഹോട്ട് എയറും തമ്മിൽ. അപ്പോൾ അങ്ങനെ ഈ ഒരു കൺവെക്ഷനിലൂടെ ഈ റൂം മുഴുവൻ കൂളറാക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് കൂളറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയർ കണ്ടീഷനൊക്കെ ഒരു വോളിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. Question number 25. At a campsite, there are tents of two shades, one made with black fabric and the other with white fabric. Which one will you prefer for resting on a hot summer afternoon? Give reason for your choice. Would you like to prefer the same tent during winter? അപ്പോൾ ഒരു ക്യാമ്പിൽ 2 ടൈപ്പ് ടെൻ്റ് ഉണ്ട്. ഓക്കെ, ഒരു ബ്ലാക്ക് കളർ ടെൻറ്റും ഉണ്ട്, വൈറ്റ് കളർ ടെൻറ്റും ഉണ്ട്. നിങ്ങൾ ഏതായിരിക്കും ഒരു ഹോട്ട് സമ്മർ ആഫ്റ്റർനൂണിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇതേ ടെൻറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾ വിൻ്റർ സീസണിലും യൂസ് ചെയ്യുന്നത്. വി വിൽ പ്രിഫർ വൈറ്റ് ഫാബ്രിക് ടെൻറ്റ് ഇൻ കേസ് ഓഫ് സമ്മർ അല്ലേ. സമ്മർ സീസണിൽ നമ്മൾ കൂടുതലും വൈറ്റ് ഫാബ്രിക് ടെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഇതിന് ഈ റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടല്ലേ. അപ്പോൾ എപ്പോഴും ടെൻറ്റ് കൂളറായിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ വൈറ്റ് കളർ ഫാബ്രിക് ഉള്ള ടെൻ്റ് ആയിരിക്കും സമ്മർ സീസണിൽ ചൂസ് ചെയ്യുന്നത്. But in case of winter, we should not use white fabric tent. We should use black fabric tent as it absorbs all colors of light from the sun and keeps us warm inside the tent. അപ്പോൾ ഈ വിൻ്റർ സീസണിൽ നമ്മൾ ഇതേ വൈറ്റ് ഫാബ്രിക് ടെൻ്റ് ആയിരിക്കത്തില്ല ചൂസ് ചെയ്യുന്നത് അല്ലേ. കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് കൂടുതൽ ചൂടാണ് ആവശ്യം. അപ്പം ഈ ചൂടിനെ അല്ലെങ്കിൽ ഈ റേഡിയേഷനെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ബ്ലാക്ക് ഫാബ്രിക് ടെൻ്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. Question number 26. Briefly explain the maximum and minimum thermometers. Maximum and minimum thermometers എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Maximum and minimum thermometers are the special thermometers which automatically record the maximum and minimum temperature of the day. അപ്പം ഈ മാക്സിമം ആൻഡ് മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്ന സ്പെഷ്യൽ തെർമോമീറ്ററാണ്. മാക്സിമം ടെമ്പറേച്ചർ അതുപോലെ തന്നെ മിനിമം ടെമ്പറേച്ചർ ഒരു ദിവസത്തെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. The maximum and minimum temperature of the last day reported in weather reports in TV and newspapers are measured by the maximum and minimum thermometers. അപ്പോൾ നമ്മൾ ഈ ടി വിയിലും അതുപോലെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ഈ വെതർ റിപ്പോർട്ട്സ് ഇങ്ങനത്തെ മാക്സിമം ആൻഡ് മിനിമം തെർമോമീറ്റർ കൊണ്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ. Question number 27. Explain the reason for saving of tea in China clay cup and plates. ഈ ടീ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചൈന ക്ലേ കപ്പിലും അതുപോലെ പ്ലേറ്റ്സിലും ഒക്കെ സെർവ് ചെയ്യുന്നത്? Tea is generally served in China clay cup and plates because China clay is a bad conductor of heat which do not allow the heat to pass through it and hence keep the tea hot. ഈ ചൈന ക്ലേ എന്ന് പറയുന്നത് ഒരു ബാഡ് കണ്ടക്ടറാണ് ഹീറ്റിൻ്റെ. അപ്പം ഈ ടീയുടെ ഹീറ്റ് പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ചൈന ക്ലേ കപ്പ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. Question number 28. Explain the reason for wrapping of ice in gunny bags. Gunny bagsൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഐസ് റാപ്പ് ചെയ്യുന്നത്? Since we know that gunny bags consist of number of fine pores which are filled with air. As air is bad conductor of heat, so due to this reason, it does not allow the external heat to move inside and melt the ice. അപ്പം ഈ ഗണ്ണി ബാഗ്സിനൊക്കെ ഒരുപാട് പോസ് ഉണ്ട്. ഇതിലൊക്കെ എയറും ഉണ്ടല്ലേ. ഈ എയർ എന്ന് പറയുന്നത് ഹീറ്റിൻ്റെ ഒരു ബാഡ് കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ പുറത്തേ നിന്നുള്ള ഈ ചൂട് അകത്തേക്ക് വരാനായിട്ട് ഈ എയർ സമ്മതിക്കത്തില്ല. അങ്ങനെ ഈ ഐസ് മെൽറ്റ് ചെയ്യാണ്ട് കൂടുതൽ നേരം ഇരിക്കും. Question number 29. Mention any 2 examples each of insulators as well as of conductors. 2 എക്സാമ്പിൾസ് വീതം നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണല്ലേ. കോപ്പറും അലൂമിനിയം ആണ് കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ. അതായത് ഹീറ്റ് പാസ് ചെയ്യാൻ സമ്മതിക്കുന്നതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരിലൂടെ ഹീറ്റ് പാസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. ഓക്കെ, ഇൻസുലേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ വുഡും പ്ലാസ്റ്റിക്കും. Question number 30. Explain the differences between heat and temperature. ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഇതും ബോക്സ് വരച്ച് വേണം എഴുതാനായിട്ട്. ഓരോ പോയിൻ്റ് ആയിട്ട് വേണം എഴുതാൻ. ഓക്കെ,
Heat. It is a form of energy which flows from one body to another when there is a difference in temperature between the objects. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയുടെ ഫോമാണ്. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇതിങ്ങനെ ഫ്ലോ ചെയ്യും. എപ്പോഴാണ്? ഈ ടെമ്പറേച്ചറിൽ ഈ ഒബ്ജക്ട്സിനിടയിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ടെമ്പറേച്ചറോ ഇറ്റ് ഈസ് ദ thermal condition of a body that indicates whether or not and in which direction heat will flow from one body to the other. ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു തേർമൽ കണ്ടീഷനാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഏത് ഡിറക്ഷനിലായിരിക്കും അല്ലെങ്കിൽ ഏത് ബോഡിയിൽ നിന്ന് ഏത് ബോഡിയിലേക്കായിരിക്കും ഈ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് പോയിൻറ്റ്, ഹീറ്റ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഇൻറ്റേർണൽ എനർജീസ് ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജിയുടെ ടോട്ടൽ സമ്മാണ്, അതിനോട് ഈക്വലാണ് ഈ ഹീറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡിയിലുള്ള ഈ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയുമായിട്ട് പ്രൊപ്പോർഷണലാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറും കൂടും. Next one, as a heat between two bodies, total amount of heat of two bodies remains unchanged. ഈ രണ്ട് ബോഡിയുടെ ഹീറ്റ് ടോട്ടൽ എമൗണ്ട് അൺചേഞ്ച്ഡ് ആയിരിക്കും. കാരണം ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതെന്ന് വെച്ച് ഒരു ബോഡിയുടെ ഹീറ്റ് ചിലപ്പോൾ കുറയുന്നുണ്ടായിരിക്കും, പക്ഷേ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും അത് അൺചേഞ്ച്ഡ് ആയിരിക്കും. As a conclusion of exchange of heat between two bodies, sum of their temperature before and after exchange is not same. ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ എക്സ്ചേഞ്ചിന് മുമ്പും ശേഷവും ഒന്നും സെയിം ആയിരിക്കത്തില്ല അല്ലേ? പക്ഷേ ഹീറ്റ് ഈ രണ്ട് ബോഡിയുടെയും കൂടെ നോക്കുമ്പോൾ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ഒന്നും കാണത്തില്ല. SI യൂണിറ്റ് ഓഫ് ഹീറ്റ് ഈസ് ജൂൾ. ജൂളിലാണ് ഹീറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് കെൽവിൻ. ഓക്കെ, ജൂള് J എന്നും കെൽവിൻ K എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. Question number 31. Explain the reason for the following statement. When heat is applied at the bottom of the water vessel, then it gets heated more quickly than when it is heated at the top. ഒരു വെസലിൻ്റെ താഴെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഹീറ്റ് ആവുന്നത് മുകളിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ. എന്തുകൊണ്ടാണ്? ദ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ ബിക്കം മോർ ലൈറ്റർ ആൻഡ് റൈസസ് അപ്പ് ഇൻ ദി മിഡിൽ. ഡ്യൂ ടു ദിസ് ദ കോൾഡ് പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ which are heavier come down along the sides of the vessel. So the convection currents of heat are set up and water becomes hot. അപ്പം വാട്ടറിൻ്റെ താഴ്വശത്ത് ഹീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു വെസലിൻ്റെ താഴ്വശത്ത് ഹീറ്റ് ചെയ്യുന്നതിലൂടെ ഈ വാട്ടർ കൂടുതൽ ലൈറ്റർ ആവുകയും മുകളിലേക്ക് പൊങ്ങി പോവുകയും ചെയ്യും അല്ലേ? അപ്പം മുകളിലുള്ള കോൾഡ് പാർട്ടിക്കിൾസ് താഴേക്ക് വരും അല്ലേ? കോൾഡ് എപ്പോഴും താഴേക്ക് വരും, ചൂടുള്ളത് എപ്പോഴും മുകളിലേക്ക് പോവുകയാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ കൺവെക്ഷൻ എന്ന പ്രോസസ്സിലൂടെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഹീറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ചൂടാവുന്ന വാട്ടർ പാർട്ടിക്കിൾസ് മുകളിലേക്ക് പോയി തണുത്ത വാട്ടർ പാർട്ടിക്കിൾസ് താഴേക്ക് വന്നുകൊണ്ട്. The moment when the heat is applied at the top, then the water present in the upper portion becomes hot, and then these hot water molecules get fixed over the surface. Since water is a bad conductor of heat, due to which water present at the lower end of the vessel remains. അപ്പം മുകളിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുകളിൽ, അതായത് എപ്പോഴും ചൂടായിട്ടുള്ള വെള്ളം മുകളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ചൂട് മുകളിൽ നിൽക്കത്തേ ഉള്ളൂ, താഴേക്ക് വരില്ല അല്ലേ? അത് അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വാട്ടർ എന്ന് പറയുന്ന ഹീറ്റിൻ്റെ ഒരു ബാഡ് കണ്ടക്ടർ കൂടിയാണ്. അപ്പം ഈ ചൂടായിട്ടുള്ള വാട്ടർ പാർട്ടിക്കിൾസ് മുകളിൽ തന്നെ ആയിരിക്കും, അത് താഴേക്ക് ഒരിക്കലും വരത്തില്ല. അങ്ങനെ ഈ വെള്ളം ചൂടാവത്തും ഇല്ല. Question number 32. Describe in detail about the occurrence of oceanic currents. ഈ ഓഷ്യാനിക് കറൻസിൻ്റെ ഒക്യുറൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Since it is a fact that the water present in the ocean is heated by the sun to a very high temperature than the water near the poles of the earth. അപ്പം ഓഷ്യനിലുള്ള വാട്ടർ, ഇക്വേറ്ററിനോട് അടുത്തുള്ള ഓഷ്യനിലുള്ള വാട്ടർ ഈ സണ്ണിൻ്റെ ഹീറ്റ് കൊണ്ട് ഹൈ ടെമ്പറേച്ചറിലേക്ക് നന്നായിട്ടത് ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷേ പോൾസിൽ ഇതിങ്ങനെ സംഭവിക്കുന്നില്ല. It is due to the falling of the sun rays perpendicularly in the equatorial region. So in the equatorial region the ocean water expands and becomes lighter. കാരണം ഇക്വേറ്ററിലേക്ക് ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സണ്ണിൻ്റെ റേസ് പതിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഇത് ഹൈ ടെമ്പറേച്ചറായിട്ട് മാറുന്നുണ്ട് ഈ ഓഷ്യനിലെ വാട്ടർ. പോൾസിൽ അങ്ങനെയല്ല, സ്ലാൻഡ് ആയിട്ടാണ് പോൾസിലേക്ക് ചെന്ന് പതിക്കുന്നത്. അപ്പം അങ്ങോട്ട് ഈ പറയുന്ന കാര്യം, അതായത് പോൾസിലെ വാട്ടറിന് ഇങ്ങനത്തെ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല.
അപ്പോൾ ഇങ്ങനെ ഇക്വേറ്ററൽ റീജിയനിൽ നല്ല സൺറൈസ് പെർപെൻഡിക്കുലറായിട്ട് വീഴുന്നതിലൂടെ തന്നെ നല്ല ടെമ്പറേച്ചറിലേക്ക് ഈ ഓഷ്യൻ വാട്ടർ മാറുകയും ഈ ഓഷ്യൻ വാട്ടർ എക്സ്പാൻഡ് ആവുകയും അത് കൂടുതൽ ലൈറ്റർ ആവുകയും ഹീറ്റ് ആവുന്ന അനുസരിച്ച് ഇതൊക്കെ ലൈറ്റർ ആവും അല്ലേ, അങ്ങനെ അത് ലൈറ്ററായി മാറി. While on the other side, the water in the polar region remains cold and heavy. പോളാർ റീജിയൻസിലെ വാട്ടർ കോൾഡുമാണ്, അതുപോലെ തന്നെ ഹെവിയാണ്. നമുക്കറിയാം കോൾഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല ഹെവി ആയിരിക്കും. ഹീറ്റ് ആവുന്നതനുസരിച്ചാണ് ഇത് ലൈറ്റർ ആവുന്നത് അല്ലേ. It leads to the flow of convection currents of heat of warm water from the equator towards the poles. Heat of the cold water flow from the poles towards the equator just below the surface of ocean. So these types of currents are known as oceanic currents. അപ്പം ഈ വാം വാട്ടറിൻ്റെ ഹീറ്റ് പോൾസിലേക്കും അതുപോലെ തന്നെ പോൾസിലുള്ള കോൾഡ് വാട്ടറിൻ്റെ ഹീറ്റ് ഇക്വേറ്റർ റീജിയനിലേക്കും ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതിനെയാണ് ഈ ഓഷ്യാനിക് കറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രിയേറ്റഡ് ആവുന്ന കറൻസിനെയാണ് ഓഷ്യാനിക് കറൻസ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് വേണം പഠിക്കാൻ. ജസ്റ്റ് വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഇത് എഴുതിയെടുത്ത് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കുക, എക്സാമൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് എക്സാം ടോപ്പർ ആവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും ജോഗ്രഫിയുടെയും മലയാളത്തിൻ്റെ ഒക്കെ ക്ലാസ്സിനായിട്ട് കുഞ്ഞീസ് ക്ലാസ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക.